മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന പ്രഖ്യാപനം വലിയ വിവാദത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ചീഫ് കൊമേഴ്സ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ഓൺ മനോരമയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: കരാർ ലംഘിച്ചത് UEFA അല്ല, കേരള സർക്കാരാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പലതവണ പ്രസ്താവിച്ചത് ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിൽ 2 രാജ്യാന്തര സൗഹൃദ മത്സരങ്ങൾ കളിക്കാനെത്തും എന്നായിരുന്നു. 2024 സെപ്റ്റംബറിൽ സ്പെയിനിലെ മഡ്രിഡിൽ UEFA പ്രതിനിധികളുമായുള്ള തന്റെ കൂടിക്കാഴ്ചയുടെ ചിത്രം മന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ കരാർ ഒപ്പിട്ടുവെന്നും അർജന്റീന മത്സരങ്ങൾക്ക് എത്തുമെന്ന് ഉറപ്പുണ്ടെന്നും പൊതുവിൽ പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തൽ അനുസരിച്ച് പരിപാടിയുടെ പ്രധാന സാമ്പത്തിക ഭാരവാഹിത്വം ഏറ്റെടുത്തത് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്പോൺസറാണ്. ഈ സ്പോൺസർ കഴിഞ്ഞ ജൂൺ 6-ന് 130 കോടി രൂപ UAFAക്ക് അയച്ചതായി അവകാശപ്പെട്ടു. പണം കൈപ്പറ്റിയിട്ടും അർജന്റീന ടീം നിശ്ചിത സമയത്ത് എത്തില്ലെന്ന് പിന്നീട് അറിയിച്ചതിനാൽ ഇത് വഞ്ചനയാണെന്നും സ്പോൺസർമാരും മന്ത്രിയും പറഞ്ഞു. UEFA കരാർ പാലിക്കാതെ ഒക്ടോബറിൽ മത്സരങ്ങൾ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടത്താനാണ് നീക്കം. സ്പോൺസറും സർക്കാരും പറയുന്നത് ശരിയല്ല. കരാറിലെ നിബന്ധനകൾ പാലിക്കാതെ കേരള സർക്കാർ തന്നെയാണ് കരാർ ലംഘിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്.